അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 85-ാം സങ്കീർത്തനമാണ്. കോരഹ് പുത്രന്മാരാണ് 85-ാം സങ്കീർത്തനം എഴുതിയതെന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കോരഹ് പുത്രന്മാർ ലേവി ഗോത്രക്കാരും കോരഹിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവരുമാണ്. കോരഹ് പുത്രന്മാർ യഹോവയുടെ ആലയത്തിലെ സംഗീത ഗ്രൂപ്പിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് സൂചനയുണ്ട്. കോരഹ് പുത്രന്മാർ എന്നത് ഒരു മ്യൂസിക് ഗ്രൂപ്പിൻ്റെ പേരാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. ഈ സങ്കീർത്തനം എന്ന് എഴുതി എന്നതിന് പല അഭിപ്രായങ്ങളുണ്ട്. യഹൂദന്മാർ ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ഈ സങ്കീർത്തനം എഴുതി എന്ന് മിക്ക വേദപഠിതാക്കളും വിശ്വസിക്കുന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും യെരുശലേം ദേവാലയത്തിൽ വരെ മ്ലേച്ഛവിഗ്രഹങ്ങൾ നിറയ്ക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച് ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ശ്രമിച്ച യിരെമ്യാ പ്രവാചകനെ അടിക്കുകയും പട്ടിണിക്കിടുകയും ചെളിക്കുഴിയിലും കുണ്ടറയിലും ഇട്ട് കഷ്ടപ്പെടുത്തുകയും ചെയ്തതുമൂലം ദൈവം യഹൂദന്മാരെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് യഹൂദാജനത്തെ 3 പ്രാവശ്യമായി ബാബേലിലേക്ക് കൊണ്ടുപോയി 70 സംവത്സരങ്ങൾ ബാബേലിൽ പ്രവാസികളായി കഴിഞ്ഞ യഹൂദന്മാരെ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവന്നു. യഹൂദന്മാരെ അടിമകളാക്കി കൊണ്ടുപോയിരുന്ന ബാബേൽ സാമ്രാജ്യത്തെ പേർഷ്യൻ രാജാവായ കോരസ് അഥവാ സൈറസ് അടിമകളാക്കുകയും ഇസ്രയേൽ ജനത്തെ യെരുശലേമിലേക്ക് പോകുവാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. ജനം യെരുശലേമിൽ ചെന്നപ്പോൾ യെരുശലേം ദേവാലയം തീ വെച്ച് ചുട്ടുകളഞ്ഞ അവസ്ഥയിലും യെരുശലേം അതിൽ ഇടിഞ്ഞ അവസ്ഥയിലും ആയിരുന്നു. തന്നെയുമല്ല, യെരുശലേമിന് ചുറ്റും യഹൂദന്മാർക്ക് ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. നെഹെമ്യാവിൻ്റെ കാലത്ത് തന്നെ യെരുശലേമിൻ്റെ മതിൽ പണി പൂർത്തിയായെങ്കിലും ആലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം ശത്രുക്കൾ പണി തടഞ്ഞിരുന്നു. ജനത്തിൻ്റെ പാപം മൂലം ദൈവം വീണ്ടും കോപിച്ചതിനാലാണ് ആലയം പണി ശത്രുക്കൾ തടഞ്ഞത് എന്നാണ് ജനം ചിന്തിച്ചത്. അതുകൊണ്ട് 85-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കൂടി കോരഹ് പുത്രന്മാർ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തന്നെയുമല്ല, ദേശത്ത് മഴയില്ലാത്തതും മൂലം കൃഷി നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ജനത്തിന് മനസ്സിലാകുന്നില്ല. 85-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ കോരഹ് പുത്രന്മാർ പറയുകയാണ്, യഹോവ നന്മ നൽകുകയും ദേശം വിള തരികയും ചെയ്യും. ശത്രുക്കളാണ് ആലയം പണി മുടക്കിയതെങ്കിലും മഴ പെയ്യിക്കാതെ ദേശത്ത് വരൾച്ച വരുത്തിയത് ജനത്തെ ബോധവൽക്കരിക്കേണ്ടതിനായി ദൈവമാണെന്ന് ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഴയില്ലാത്ത പ്രതിസന്ധി താൽക്കാലികം മാത്രമായിരുന്നു. ജനം ദൈവത്തെ അനുസരിച്ചാൽ ദൈവം ദേശത്ത് മഴ തരികയും ദേശം വിള നൽകുകയും ചെയ്യും എന്ന് 85-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ കോരഹ് പുത്രന്മാർ വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിന് കാരണമായി നമ്മുടെ വശത്തു നിന്നും വല്ല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. സാത്താൻ നമ്മുടെ നന്മകൾ തടയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നാം ദൈവത്തോട് നിലവിളിച്ചാൽ, ദൈവത്തോട് അടുത്തു ചെന്നാൽ സാത്താൻ നമ്മെ വിട്ട് ഓടും എന്നതിന് സംശയമില്ല. എന്നാൽ നമ്മുടെ കുറവുകൾ നമ്മെ ഓർപ്പിക്കുവാൻ പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുമ്പോൾ നാം നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എന്തു തന്നെയായാലും പ്രതികൂലങ്ങളുടെ കാരണം ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ നാം കുറ്റാരോപണം നടത്തരുത്. അപ്രകാരം ചെയ്യുന്നതിന് പിറുപിറുപ്പ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് ദൈവാനുഗ്രഹങ്ങൾക്കും ദൈവിക നന്മകൾക്കും തടസ്സങ്ങൾ ആയേക്കാം. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടിഞ്ഞുകിടന്ന യഹോവയുടെ ആലയം പുതുക്കി പണിതാൽ ദൈവം വീണ്ടും ആ ആലയത്തിൽ ഇറങ്ങി വസിക്കുമെന്നും ജനത്തോടൊപ്പം ദൈവമുണ്ടായാൽ ശത്രുക്കൾക്ക് യഹൂദന്മാരെ ചൂഷണം ചെയ്യുവാൻ കഴിയാതെ വരുമെന്നും ശത്രുക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യെരുശലേമിലെ യഹോവയുടെ ആലയം പണി ശത്രുക്കൾ മുടക്കിയത്. ഇന്ന് യെരുശലേം ദേവാലയമല്ല ദൈവത്തിൻ്റെ ആലയമെന്ന് നാം ഓർക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ആലയം നമ്മുടെ ഹൃദയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചതിന് കാരണം അതാണ്. നമ്മുടെ ഹൃദയം വെറുപ്പും കയ്പുമായിരുന്നാൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയാത്തതിനാൽ സാത്താന് നമ്മിൽ വസിച്ച് നമ്മെ കൊണ്ട് പാപപ്രവൃത്തികൾ ചെയ്യിച്ച് ദൈവത്തിനെതിരെ സാത്താന് നമ്മെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാൻ സാധിക്കും എന്നതിനാൽ ആണ് സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ സദൃശവാക്യം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഒരു സഹോദരനെ എതിരെയും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുത്, ഇത് ഞാൻ വെറുക്കുന്നതല്ലയോ എന്ന് സെക്കരിയാ പ്രവചനം 8-17 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓർക്കുക, ദൈവാത്മാവ് നമ്മിൽ നിന്നും പോയാൽ ദുരാത്മാവ് നമ്മിൽ വരും. ദൈവാത്മാവ് നമ്മിൽ നിന്നും പോകാതിരിക്കുവാൻ നാം നമ്മുടെ ഹൃദയത്തെ ജാഗ്രതയോടെ കാക്കേണം. ഹൃദയത്തിൽ ദോഷം ചിന്തിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഹൃദയം കാക്കേണ്ടത്. നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം കഴിവിൽ അതിന് കഴിയാത്തതിനാലാണ് ഉയരത്തിലെ ശക്തി പ്രാപിക്കണമെന്നും സ്വന്തം വിവേകത്തിൽ നാം ആശ്രയിക്കരുത് എന്നും കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നത്. നാം അത് അനുസരിച്ചാൽ ഹാനോക്കിനെ പോലെ നമുക്കും നമ്മുടെ ജീവകാലമെല്ലാം യേശുവിനോടുകൂടെ ജീവിക്കുവാനും സാത്താനെ ജയിക്കുവാനും കഴിയും. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. ജനങ്ങൾ നേരിടുന്ന അവരുടെ പ്രതിസന്ധികൾ മൂലം അവർ ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യഹോവ ഹഗ്ഗായി പ്രവാചകനെ അയച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ. ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എൻ്റെ ആലയം ശൂന്യമായിരിക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വീടുകളിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വാർധിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അങ്ങനെ ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗ്ഗായി പ്രവാചകൻ്റെ വചനങ്ങളും കേട്ട് അനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോവയുടെ ദൂതായ ജനത്തോട്, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹോവ യഹൂദാ ദേശാധിപതിയായി ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലിൻ്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിങ്കിൽ വേല ചെയ്തു. ദര്യാവേസ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി തന്നെ. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 2 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. 85-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ അവരുടെ പ്രവാസത്തിൽ നിന്നും മടക്കി വരുത്തിയ സന്തോഷം അവർ ഓർക്കുകയാണ്. അവരുടെ നീതി പ്രവർത്തികളാലല്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. യഹോവ ജനത്തോട് കരുണ കാണിച്ച് അവരുടെ പാപം ക്ഷമിച്ചതുകൊണ്ടാണ് അവർക്ക് യെരുശലേമിൽ വീണ്ടും എത്തുവാൻ കഴിഞ്ഞതെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമഹത്വം ദേശത്തിൽ വസിക്കേണ്ടതിന് ദൈവത്തിൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം എന്ന് 85-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷ ഇസ്രയേൽ ജനത്തിന് അവർ മിസ്രയീമിലായിരുന്നപ്പോൾ മോശ മുഖാന്തരം ദൈവം അയച്ചു. അല്പം എതിർപ്പെല്ലാം ജനം പ്രകടിപ്പിച്ചെങ്കിലും അവരെ ഞെരുക്കിയിരുന്ന മിസ്രയീം രാജാവിനെയും അവൻ്റെ സൈന്യത്തെയും 10 ബാധകളാൽ ദൈവം ബാധിച്ചു. തന്നെയുമല്ല, ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടുകയും മാംസം ചുട്ടത് കയ്പ് ചീരയോടുകൂടി ജനം ഭക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മിസ്രയീം അടിമത്തത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടിയിരുന്നത്. ജനം ദൈവത്തെ അനുസരിച്ചപ്പോൾ ശക്തരായ മിസ്രയീം സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവം അവരെ രക്ഷിച്ചു. അങ്ങനെയാണ് യഹോവ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷിക്കുന്ന ദൈവമായി തീർന്നത്. എന്നാൽ ഇപ്പോൾ ബാബേൽ സാമ്രാജ്യത്തിൽ നിന്നും ദൈവം ജനത്തെ രക്ഷിച്ച് പ്രവാസത്തിൽ നിന്നും അവരെ മടക്കി വരുത്തി അവരെ യഥാസ്ഥാനപ്പെടുത്തി. ഇവിടെ പാപമായിരുന്നു ബാബേലിൽ അടിമകളായി പോകുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അവരെ സഹായിക്കുവാൻ അവരുടെ പാപം ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് അവരെ യഥാസ്ഥാനത്താക്കി.
യെരുശലേമിലേക്ക് ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മെ മറ്റു രാജ്യങ്ങൾ അടിമകളാക്കിയിട്ടില്ല. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അടിമകളായി പോകുന്നതിനേക്കാൾ ഭയാനകമായ അടിമത്തത്തിലാണ് നാം കിടക്കുന്നത് എന്ന് നാം ഓർക്കണം. ഇപ്പോൾ പാപത്തിൽ രസിക്കുവാൻ നമ്മെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സാത്താൻ അനുവദിക്കുകയാണ്. പാപത്തിന് ആകർഷണ ശക്തിയും വശീകരണ ശക്തിയും താൽക്കാലിക സന്തോഷവും സുഖവുമുണ്ട്. അപ്രകാരമുള്ള താൽക്കാലിക സന്തോഷങ്ങൾ കാണിച്ചുകൊണ്ടാണ് സാത്താൻ നമ്മെ പാപത്തിൻ്റെ ദാസന്മാരാക്കി തീർക്കുന്നത്. സാത്താൻ നരകത്തിൻ്റെ അധിപതിയാണെന്ന് നാം ഓർക്കണം. ഒരാൾ ഏതിനോട് തോൽക്കുന്നുവോ അവൻ അതിന് അടിമയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കോപത്തോട് തോൽക്കുന്നവൻ കോപത്തിന് അടിമയാണ്. സിഗരറ്റ് വലിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ സിഗരറ്റ് വലിക്ക് അടിമയാണ്. നുണ പറയാതിരിക്കുവാൻ, മോഷ്ടിക്കാതിരിക്കുവാൻ, മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കുവാൻ, അന്യൻ്റെ നന്മ അപഹരിക്കാതിരിക്കുവാൻ, കള്ളക്കേസ് കൊടുക്കാതിരിക്കുവാൻ, സിനിമ കാണാതിരിക്കുവാൻ, വ്യഭിചാരം ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ ആ പാപപ്രവൃത്തികളുടെ അടിമയാണെന്ന് മനസ്സിലാക്കുകയാണ്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്നേക്കും വസിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തികളെ ഇനി ദൈവം മറ്റു രാജ്യങ്ങളിലേക്ക് അടിമകളാക്കി വിടുകയല്ല ചെയ്യുന്നത്. ദൈവഭവനത്തിൽ പ്രവേശിക്കുവാനുള്ള അവരുടെ അവകാശമായ പുത്രത്വം അവർക്ക് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ചെമ്മരിയാടുകളിൽ നിന്നും കോലാടുകളെ മാറ്റുന്നത് പോലെ, നല്ല മത്സ്യത്തിൽ നിന്നും ചീത്ത മത്സ്യത്തെ നീക്കുന്നത് പോലെ തന്നെ സ്നേഹവാനായ ദൈവം മനുഷ്യരെ നരകത്തിൽ വിടുമോ എന്ന് ചോദിക്കുന്ന അനേകരുണ്ട്. എന്നാൽ സത്യമായും ദൈവം മനുഷ്യരെ നരകത്തിൽ വിടുകയില്ല. എന്നാൽ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിശാചിൻ്റെ മക്കളെ ദൈവം നരകത്തിൽ വിടേണ്ട കാര്യമില്ല. പിശാച് തന്നെ അവരെ നരകത്തിൽ കൊണ്ടുപോകും. ഇത്ര ഭീകരമായ അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചതിനാലാണ് നമ്മുടെ ആത്മരക്ഷ ഇത്ര വലിയ രക്ഷ എന്ന് എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ സാവകാശമാണ് ദൈവത്തോട് മത്സരിക്കുന്ന സ്വഭാവവും അഹങ്കാരവും ദൈവത്തെ ഉപേക്ഷിക്കുന്ന സ്വഭാവവും നമ്മിൽ വളരുന്നത്. ബൈബിൾ വായന കുറയുന്നു, വചനം അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു, അവിശ്വാസം ഹൃദയത്തിൽ കടന്നു വരുന്നു, നല്ല മനസാക്ഷി തള്ളിക്കളയുന്നു, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുന്നു, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ദൈവമക്കളുമായി കൂട്ടായ്മ മുടക്കുന്നു, വിമർശന സ്വഭാവവും മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവവും വളർന്നു വരുന്നു, സ്വയനീതീകരണവും നാം മിടുക്കന്മാരാണെന്ന ചിന്തയും വളർന്നു വരുന്നു, ദൈവാത്മാവ് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു, ദുരാത്മാവ് നമ്മിലേക്ക് പ്രവേശിക്കുന്നു. നാം അറിയാതെ തന്നെ സൂത്രശാലിയായ സാത്താൻ നാം പോലും അറിയാതെ നമ്മെ ഉപയോഗിച്ച് സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്യിക്കുന്നു. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു, നാം പിന്മാറ്റക്കാരായി മാറുന്നു. അപ്പോഴും നാം സഭയിലും ശുശ്രൂഷയിലും ശോഭിച്ച് തന്നെ നിൽക്കും. അതാണ് സാത്താൻ്റെ തന്ത്രം. യേശു പറയുകയാണ്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും ഭവനത്തിൽ ദൈവ സന്നിധിയിൽ വസിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എന്ത് വില കൊടുത്തും ദൈവകുഞ്ഞെന്ന പദവി നഷ്ടപ്പെടുത്തരുത്. നരകത്തിലെ തീ കുളിർ മാറുവാനുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. ബൈബിൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ സാത്താൻ നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവാത്മാവിനെ ഇറക്കി വിടുവാൻ ഉതകുന്ന പാപം നമ്മെ കൊണ്ട് സാത്താൻ ചെയ്യിക്കുന്നത്. നാം പാപം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ജീവിച്ചാൽ നമ്മെ തോൽപ്പിക്കുവാൻ സാത്താന് കഴിയുകയില്ല. കാരണം പിശാചിൻ്റെ പ്രവൃത്തിയിൽ അഴിപ്പാൻ യേശു ഭൂമിയിൽ വരികയും കാൽവരി ക്രൂശിൽ യേശു അത് നിവർത്തിക്കുകയും ചെയ്തു. ആകയാൽ സാത്താനെ നമുക്ക് തോൽപ്പിക്കുവാൻ തക്കവണ്ണം പാപത്തെ വെറുത്ത് ജീവിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് അവരെ നമുക്ക് സ്നേഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.